കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 21-ാമത് വാക്യം. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഈ വാക്യം പ്രീശത് വളരെ സുപ്രസിദ്ധമാണ്, വളരെ എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. 4:19 മുതൽ വായിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് പരാമർശിക്കുന്ന പഴയ നിയമത്തിൽ 2 വ്യക്തികൾ, ഒരു കുടുംബത്തിലെ 2 വ്യക്തികളെ പരാമർശിക്കുകയാണ്. നമുക്കറിയാം, വാഗ്ദത്തം എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഓടി വരുന്ന 2 വ്യക്തികളാണ് അബ്രഹാമും സാറായും, അല്ലേ? ഈ 4:19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ അവരുടെ സാഹചര്യം നമുക്കറിയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കും. അത് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. വലിയൊരു ജാതിയാക്കുമെന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ വാഗ്ദത്തം പ്രാപിച്ചവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്ത നിവർത്തീകരണം വെളിപ്പെടാത്ത തരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, സൃഷ്ടിക്കപ്പെടുകയാണ്. നമുക്കറിയാം, അതിന് ഉത്തമ ഉദാഹരണമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. അബ്രഹാമിന് 100 വയസ്സായി, സാറായിക്ക് 90 വയസ്സായി. ഈ 2 പേരുടെ പ്രായത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, അവൻ 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും അതുപോലെ സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും. ശ്രദ്ധിച്ച്, അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി പോയി, ജീവനില്ലാത്തതായി മാറി. അതുപോലെ സ്തോത്രം, സാറായിയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. ഇനി ഒരു കുഞ്ഞ് അതിനകത്ത് ജനിച്ചു വരിക എന്നുള്ളത് 100% അസാധ്യമായ കാര്യമാണ്. പക്ഷേ വാഗ്ദത്തം നടക്കുന്നതിന് വിരോധമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായി. സ്തോത്രം, ഇനി ഒരു സാധ്യതയും അവിടെയില്ല. പക്ഷേ ആ 2 അവസ്ഥയിലൂടെ 2 പേരും പോകുന്ന സമയത്തും അവർ വിശ്വസിക്കുന്ന ഒന്നുണ്ടായിരുന്നു. എന്തുവാ? വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് വിശ്വസിച്ച അബ്രഹാമിനെയും സാറായിയും നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. വേറൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മൃതശരീരമായവന് തന്നെ, മൃതശരീരത്തിൻ്റെ അല്ലെങ്കിൽ മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മൃതപ്രായൻ. മൃതം എന്ന് പറയുന്നത് ശവശരീരത്തിന് അല്ലെങ്കിൽ ഡെഡ് ബോഡിക്ക് പറയുന്നൊരു പേരാണ്. ആ തരത്തിൽ പ്രായമായ സ്തോത്രം അബ്രഹാമിൻ്റെ ശരീരത്തെ ജീവിപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി, നിർജീവമായി പോയ സാറായിയുടെ ഗർഭപാത്രത്തെ ജീവിപ്പിച്ച ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾക്കകത്ത്, ആത്മീക തലത്തിലോ ഭൗതിക മേഖലയിലോ കുടുംബത്തിലോ തലമുറയിലോ ഭാവിയിലോ ജോലി മേഖലയിലോ എവിടെയെങ്കിലും നിർജീവത്വം കിടപ്പുണ്ട്, പക്ഷേ വാഗ്ദത്തമുണ്ട്. നടക്കുന്നില്ല, പക്ഷേ വാഗ്ദത്തമുണ്ട്. ദൂത് കേട്ടിട്ട് കുറേ നാളായി, ഇതുവരെ നടന്നിട്ടില്ല, പക്ഷേ വാഗ്ദത്തമുണ്ട്. നിശ്ചയമായി വിശ്വസിക്കുക. വാഗ്ദത്തം ഒരു പ്രവാചകനല്ല നിൻ്റെ തലയ്ക്ക് വെച്ച് ആ ദൂത് പറഞ്ഞത്, അത് കൈമാറിയത് ദൈവമാണെങ്കിൽ നിശ്ചയമായ ആ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇവിടെ അബ്രഹാം സാറായി വിശ്വസിക്കുകയാണ്, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അവർ ഉറച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് അവരുടെ മേൽ വെളിപ്പെട്ട വാഗ്ദത്ത നിവർത്തിയുടെ പിന്നിൽ വെളിപ്പെട്ടത്. നമ്മുടെ ദൈവം അവൻ ശക്തനാണ്. അവൻ സാഹചര്യം നോക്കി പ്രവർത്തിക്കുന്നവനല്ല. ഒരുപക്ഷെ തരിശു പോലും ഒരു മുള പോലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയാതെ വണ്ണം മരുഭൂമിയുടെ പരപ്പിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നിന്റെ ജീവിതത്തിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെടട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കണമേ. അനുഗ്രഹിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പ്രിയപ്പെട്ടവരെ പൊതിയണി അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
എയ്മൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.